ഫവാസെ, ഇഡിയുടെ അന്വേഷണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പോയത്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് സൈലന്റ് ആയിട്ടിരുന്ന ഒരാളായിരുന്നു സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിന്റെ ഒരു അഭിമുഖം ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം പറയുന്നത്. സ്വപ്ന സുരേഷ് എന്തുകൊണ്ടും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ കൂടിയായിരിക്കും. ഉറപ്പായിട്ടും അവരനുഭവിച്ചത് എന്താണോ ആ ഒരു അവസ്ഥയിൽ വന്നിട്ട് ചോദ്യം ചെയ്യലുകളും ഇതുപോലുള്ള ഇൻട്രോഗേഷൻ്റെ ഒക്കെ ഇടയിൽ ഇതേ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വന്ന് നിൽക്കുന്നത് കാണുന്നതിന്റെ ഒരു ആശ്വാസം, അല്ലെങ്കിൽ പറയുന്ന പോലെ സ്വപ്ന സുരേഷിനെ ഇൻട്രോഗേറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ അന്വേഷണ സമയത്ത് പോലീസ് ട്രീറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല ഒരിക്കലും ED വീണ വിജയനെ ട്രീറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു സംരക്ഷണ കവചം അവർക്കുണ്ടാവും, അതിൻ്റെതായിട്ടുള്ളൊരു പ്രിവിലേജും കാര്യങ്ങളും അതെ ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും സ്വപ്ന സുരേഷ് നിന്ന സ്ഥാനത്ത് ഇപ്പോൾ വീണ വിജയൻ നിൽക്കുന്നതിനെ കുറിച്ച് ഈ അഭിമുഖത്തിൽ നടത്തിയ മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നൊരു കാര്യമുണ്ട്. ഉറപ്പായിട്ടും വീണ വിജയൻ അറസ്റ്റിലാകണം, പക്ഷെ യഥാർത്ഥ പ്രതി വീണയല്ല, ഈ പറയുന്ന പിണറായി വിജയൻ തന്നെയാണ് യഥാർത്ഥ പ്രതി. വീണയ്ക്ക് കിട്ടിയത് മുഴുവൻ അച്ഛൻ്റെ പ്രിവിലേജിന്റെ പുറത്ത് കിട്ടിയ ഔദാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും മകളെ തള്ളി പറയുക, മകൾക്ക് മോശം വരുത്തുന്ന ഒരു കാര്യവും പിണറായി വിജയൻ ചെയ്യില്ല. പക്ഷെ യഥാർത്ഥ പ്രതി ഈ പറയുന്ന പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അറസ്റ്റിലാകേണ്ടതും പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ സ്വപ്ന സുരേഷ് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ വിഷയം പറഞ്ഞ സ്വപ്ന സുരേഷ് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോൺ ജോർജും പറയുന്നത് സെയിം സാധനം തന്നെയാണ്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും പറയുന്നത് വീണ വിജയൻ നായികക്ക് 40 വട്ടം പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രതി ഈ പറഞ്ഞ പോലെ വീണ വിജയനല്ല, അച്ഛൻ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ഷോൺ ജോർജ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിലും ഇവർക്കും കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവും. കാരണം ഇവരൊക്കെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവോടുകൂടി സംസാരിക്കുന്നതാണ്, വിക്ടിംസ് ആയവരാണ്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട്. അപ്പം അതിൻ്റെ ഒരു പിൻബലത്തിൽ കൂടിയായിരിക്കാം ഇത്തരത്തിൽ പറയുന്നത്. ഉറപ്പായിട്ടും. അത് മാത്രമല്ല, ഹൂ ഈസ് വീണ വിജയൻ എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അത് ശരിയാണ്, നമ്മൾ കേരള സമൂഹത്തിന് മുഴുവൻ ചോദിക്കാനുള്ളതാണ്, ആരാണ് വീണ വിജയൻ? എക്സാലോജിക്ക് മാസപ്പടി കേസിലെ പ്രതി എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം കിട്ടിയ പ്രിവിലേജുകൾ വെച്ചിട്ട് ചെയ്യാത്ത സേവനത്തിന് കാശ് വാങ്ങിക്കാൻ പറ്റിയ ഒരാൾ മാത്രമാണ് വീണ വിജയൻ. അതിനപ്പുറത്തേക്ക് അന്വേഷണം നീക്കുമ്പോൾ ഒറിജിനൽ പ്രതി പിണറായി വിജയനാണ് എന്ന ഉത്തരത്തിലേക്ക് തന്നെയാണ് കേരളം മുഴുവൻ എത്തിച്ചേരുന്നത്. ഒരുപാട് പേര് ആ ഒരു കാര്യം ഉയർത്തി പറഞ്ഞിട്ടും ആരും അതിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് നീങ്ങുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായ വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്വപ്ന സുരേഷ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരിക്കലും ഇവിടം കൊണ്ട് അന്വേഷണം നിൽക്കുകയല്ല വേണ്ടത്. EDയുടെ അന്വേഷണമൊക്കെ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായിരുന്ന IT വിദഗ്ധരുണ്ട്. IT മേഖല അല്ലെങ്കിൽ IT വിഭാഗത്തിൽ ആ സമയത്തിരുന്ന ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥർ, അവരെ കൂടി ഈ ചോദ്യം ചെയ്യൽ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അത് വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് വെച്ചാൽ അതിൽ ക്ലിയർ ആണ്. അതായത് ആ സമയത്ത് IT വിദഗ്ധയാകാൻ പാകത്തിനുള്ള ഒരു മികവോ അറിവോ ഉള്ള ഒരാളല്ല വീണ വിജയൻ എന്നുള്ളത് അവരുടെ മാർക്ക് ലിസ്റ്റും അതിനുശേഷം സ്വാശ്രയ കോളേജിൽ ഇതിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പോയ കഥകളും ഒക്കെ നമുക്കറിയാം. അപ്പൊ അവരുടെ മാർക്ക് ലിസ്റ്റും പിണറായി വിജയന്റെ മകൾ എന്നുള്ള രീതിയിൽ ഇവരുടെയൊക്കെ വിവേക് തായ്ക്കണ്ടിയുടെ ആണെങ്കിലും സ്വപ്ന സുരേഷ് വീണ വിജയന്റെ ആണെങ്കിലും മാർക്ക് ലിസ്റ്റുകൾ ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ IT വിദഗ്ധയായിട്ട് ഇത്രയും ഷൈൻ ചെയ്യാനുള്ള ഒരു അറിവും കാര്യങ്ങളും ഒന്നും ഉള്ള ആളാണ് വീണ വിജയൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ചർച്ച ചെയ്തിട്ടും സെയിം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള മൈക്രോസോഫ്റ്റ് പോലത്തെ സാധനത്തിന് എന്ത് എന്താ പറയാ റെക്കമെൻഡേഷനും വീണ വിജയന് കൊടുക്കുമ്പോൾ നീ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് കൃത്യമായിട്ട് ഇത്തരത്തിൽ പഠനത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരാള്, ക്യാമ്പസിൽ അത്ര വലിയ മാർക്കോ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഏത് തരത്തിലുള്ള കമ്പനി തുടങ്ങാനാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള റെക്കമെൻഡേഷൻ മറ്റൊരു കമ്പനി കൊടുക്കാൻ പറ്റുന്ന വലിയ ചോദിച്ചില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അച്ഛൻ്റെ മകൾ എന്നുള്ളൊരു സാധനം വെറും അച്ഛൻ്റെ മകൾ എന്നുള്ളതല്ല, മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ 10 വർഷം പാർട്ടിയെ ഭരിച്ച 10 വർഷം സംസ്ഥാനത്തെ ഭരിച്ച ഏകദേശം 8 വർഷത്തോളം പാർട്ടിയെ ഭരിച്ച ഒരു നേതാവിന്റെ മകൾ എന്നുള്ളൊരു ആനുകൂല്യത്തിന് മാത്രമാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തോട്ടൊരു വ്യക്തിയല്ല വീണ വിജയൻ, അതിനപ്പുറത്ത് വേറെ ആരോ ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും പറഞ്ഞു വെക്കുന്നത്. ആ സമയത്ത് IT വിഭാഗത്തിലിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതായത് ആ സമയത്ത് വീണ വിജയനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിക്ക് ആവശ്യമായത്, പിണറായി വിജയൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നോട്ട് എഴുതി നൽകിയിരുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പ്രസംഗങ്ങൾ പോലും എഴുതി വായിച്ച, പത്രസമ്മേളനങ്ങൾ പോലും എഴുതി കൊടുക്കുന്നത് അതേപടി വായിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. അതെ. പക്ഷെ ഈ IT വിഭാഗത്തിലെ ഉന്നതരായിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നോട്ട് എഴുതി കൊടുത്തിരുന്നതെന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പൊ ആരോപിക്കുന്ന ഒരു കാര്യം. അപ്പൊ കൃത്യമായിട്ടും
സർക്കാർ സംവിധാനങ്ങളെ മകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു. അപ്പൊ അത്തരത്തിൽ കൂടി അന്വേഷണം പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷക്കാലത്ത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൽ ഇരുന്നിരുന്ന IT വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യൽ പരിധിയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. സ്വപ്ന സുരേഷ് പറയുന്നത് പോലെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, ചിലരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം കള്ളനാണെന്ന്. അതായത് പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജിനെ പോലും പറഞ്ഞു വെക്കുന്നുണ്ട് സ്വപ്ന. മാത്രമല്ല കറുത്ത മാസ്കിനെ പേടിച്ച് ഓടിയിരുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ സ്ട്രീറ്റ് ഡോഗ്സിനെ പോലെ തല്ലിച്ചതച്ചിരുന്ന പോലീസിന്റെ ഒരു സമയമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചോദ്യം ചെയ്യലിനായിട്ട് പോകുമ്പോഴും മൊഴിയെടുക്കാനായിട്ട് പോകുമ്പോഴും ഇതേ കറുത്ത മാസ്ക് വെച്ച് തന്നെ പോകുന്നത് കാലത്തിന്റെ ഒരു വൈപരീത്യമാണ് എന്നുള്ള രീതിയിലും സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. കറുത്ത മാസ്ക് ഭയങ്കര കാര്യം. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ 3rd ഇയർ പിണറായി വിജയന്റെ ഒരു പ്രോഗ്രാം CMAT ക്യാമ്പസ്, ക്യാമ്പസിന് സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ പിണറായി വിജയനുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു യോഗമായിരുന്നു. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ കോവിഡ് മാറിയ ഒരു ടൈം കൂടിയായിരുന്നു. ആ പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കറുത്ത ഷർട്ട് ഇട്ടവരെ മാറ്റി ഞാൻ കറുത്ത മാസ്ക് ഇട്ടായിരുന്നു. അപ്പം അത് മാറ്റി പകരം അവർ വെളുത്ത മാസ്ക് തന്നു. കറുത്ത ഷർട്ട് ഇട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ ഷർട്ട് വരെ കേരള പോലീസ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. തൊട്ടടുത്തുള്ള കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ച് വരുന്നവരെ മാത്രം അവിടെ കൊണ്ടുപോകും. കറുത്ത ഡ്രസ്സ് ഇട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ആ പ്രോഗ്രാമിൽ എത്തുന്നത്. ചോദ്യങ്ങൾ വരെ നമ്മൾ മുൻകൂട്ടി എഴുതി കൊടുക്കണം, നമ്മൾ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് അവർ വായിച്ചതിന് ശേഷം അവിടെ കുറച്ച് ടേബിൾ ആൾക്കാർ ഇരിക്കണം, അവർ വായിക്കും. അതിന് അവർ അപ്രൂവൽ തരണമെങ്കിൽ അപ്രൂവ് ചെയ്ത് സെയിൽ ചെയ്യും. നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ ചോദ്യം പാസ്സാക്കും. എന്നിട്ട് നമ്മളെ സാധനം ചോദിക്കുന്നു, പറയുന്നു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. നാടകമേ ഉലകമായിരുന്നു മുഴുവനായിട്ട്. അവർ പറയുന്ന സാധനം നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കറുപ്പിന്റെ കാര്യം പറഞ്ഞു ഇഷ്ടം ഉറപ്പായിട്ടും ആ ഒരു സമയം ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകളത് മീഡിയാസ് ഹൈലൈറ്റ് ചെയ്യുന്നതാണെന്ന് പറയുമായിരിക്കും. പക്ഷെ ഫവാസ് തന്നെ ഇത് നേരിട്ട് കണ്ട അനുഭവമുള്ള ആളാണ്. കറുപ്പിനെ എത്രത്തോളം ആ മനുഷ്യൻ പേടിച്ചിരുന്നു എന്നുള്ളത്. പക്ഷെ ED ഓഫീസിലേക്ക് എന്തുകൊണ്ടോ കാലത്തിന്റെ ഒരു പോക്ക് കൊണ്ടായിരിക്കാം ഇതേ കറുത്ത മാസ്ക് വെച്ചിട്ട് പിണറായി വിജയന്റെ മകള് കയറി പോകുന്നതിന് മീഡിയാസ് മുഴുവൻ പുറത്ത് വിടുന്ന ഒരു കാലം കൂടി നമ്മൾ കണ്ടു ശരിക്കും. എന്തായാലും ഇവിടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, എപ്പോഴും പിണറായി വിജയൻ പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഈ കൈകൾ കൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഒരു ട്രോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൈകൾ ശുദ്ധമാണ്. കാര്യം കാഴ്ച വാങ്ങിയത് കയ്യിലേക്കല്ല, ഫിസിക്കൽ ക്യാഷ് ആയിരുന്നില്ല, എല്ലാം വന്നത് അക്കൗണ്ടിലേക്കാണ്. അതെ, ഡിജിറ്റൽ പേയ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാം അക്കൗണ്ടിലേക്കല്ലേ വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധം തന്നെയാണ്. ആ വിഷയത്തിൽ എന്തായാലും അദ്ദേഹം ശുദ്ധനാണ്. പക്ഷേ കാര്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷ് പറഞ്ഞ ഈ ഒരു കാര്യം ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ IT ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവശങ്കരൻ ഉൾപ്പെടെയുള്ളവരെ ആ സമയത്ത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നതുപോലെ ഈ IT ഉദ്യോഗസ്ഥരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ വിജയന്റെ അറസ്റ്റിന് മുന്നോടിയായിട്ട് പറയുന്ന പിണറായി വിജയന്റെ അറസ്റ്റ് കാണേണ്ട ഒരു യോഗം ജനങ്ങൾക്ക് ഉണ്ടായേക്കാം.